നരേന്ദ്രമോദി ഖജനാവ് കാലിയാക്കി നാട് ചുറ്റുന്നു എന്ന് പറയുന്നവർക്ക് മറുപടി പറയാൻ ലോകരാഷ്ട്രങ്ങൾ ഏർപ്പെടുന്ന കരാറുകൾ തന്നെ ധാരാളം. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് പ്രമുഖ കയറ്റുമതി ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പച്ചക്കൊടിയാണ് ഫ്രാൻസുമായുള്ള പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ഇടപാട്. വെറുമൊരു ആയുധ കച്ചവടമല്ല അത്. ഇന്ത്യയെ തുല്യശക്തിയുള്ള ഒരു പ്രതിരോധ പങ്കാളിയായി ഫ്രാൻസ് അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നീക്കം. പിനാകയ്ക്ക് പുറമെ ഇന്ത്യയുടെ പീരങ്കി സംവിധാനങ്ങൾ, മിസൈലുകൾ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ എന്നിവയും ഫ്രാൻസ് നിരീക്ഷിച്ചു വരികയാണ്. ആഗോള വിതരണ ശൃംഖലയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ഈ സഹകരണം ഇരു രാജ്യങ്ങളിലെയും സാങ്കേതിക വിദഗ്ധർക്കും എഞ്ചിനീയർമാർക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതിരോധ രംഗത്തെ നൂതന കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് പ്രമുഖ കയറ്റുമതി ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഈ ഇടപാട് വലിയ കരുത്ത് പകരും. ഫ്രാൻസിനെ പോലെ സൈനികമായ അത്യാധുനികമായ ഒരു രാജ്യം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്ക് കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത കൂട്ടുന്ന ഒന്നാണ്. വരും കാലങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾ യൂറോപ്യൻ വിപണിയിലേക്ക് എത്താനും ഇത് കാരണമാകും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ചരിത്രപരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഫ്രഞ്ച് കമ്പനിയായ ദസോയിൽ നിന്ന് 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ പകരമായി ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വാങ്ങാൻ ഫ്രാൻസും താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധക്കളങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച പിനാക റോക്കറ്റ് സിസ്റ്റം അതിന്റെ കൃത്യത കൊണ്ടും അതിവേഗത്തിലുള്ള ഫയറിംഗ് ശേഷി കൊണ്ടുമാണ് ഫ്രാൻസിനെ ആകർഷിച്ചത്. നിലവിൽ ഏകദേശം 90 മുതൽ 120 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഗൈഡഡ് പിനാക റോക്കറ്റുകളാണ് ഇന്ത്യ കയറ്റുമതിക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ ദൂരപരിധി കൂടിയ വകഭേദമാകും ഫ്രാൻസ് വാങ്ങുക എന്നാണ് സൂചന. കൂടാതെ 300 മുതൽ 450 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പിനാക റോക്കറ്റുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരും വർഷങ്ങളിൽ സജ്ജമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക സിസ്റ്റത്തിന്റെ ഒരു ലൈവ് ഫയറിംഗ് ഡ്രിൽ രാജസ്ഥാനിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ അടുത്തിടെ നടത്തി എന്നത് ശ്രദ്ധേയമാണ്. മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക. ഒരേ സമയം നിരവധി റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് മൾട്ടി ബാരൽ സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുരാണത്തിൽ ശിവന്റെ വില്ലിന്റെ പേരാണ് പിനാക. ഇന്ത്യയുടെ പീരങ്കി ശക്തിയുടെ ഒരു പ്രധാന ഘടകമാണ് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കൂടാതെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ലാർസൻ ആൻഡ് ടൂബ്രോ തുടങ്ങിയ ഇന്ത്യൻ പ്രതിരോധ കമ്പനികളാണ് പിനാക നിർമ്മിച്ചത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വെറും 44 സെക്കൻഡിൽ 72 മിസൈലുകൾ തൊടുക്കാൻ പിനാകയ്ക്ക് സാധിക്കും. പിനാക റോക്കറ്റുകളിൽ GPS സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ഗൈഡഡ് സിസ്റ്റവും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിനാക റോക്കറ്റുകൾക്ക് മാക് 4.7 അതായത് മണിക്കൂറിൽ 5800 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് ആക്രമണത്തിൽ നിന്ന് പിനാകയെ തടസ്സപ്പെടുത്തുന്നത് അത്യന്തം വെല്ലുവിളി നിറഞ്ഞതാക്കി മാറ്റുന്നു. ഇന്ത്യൻ സൈന്യത്തിന് 4 പിനാക റെജിമെന്റുകൾ സേവനത്തിലുണ്ട്. 6 എണ്ണം കൂടി ഉടൻ സേനയുടെ ഭാഗമാകും എന്നാണ് റിപ്പോർട്ട്. ഒരു യുദ്ധമുണ്ടായാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻ ആക്രമണത്തിലൂടെ ശത്രുവിന്റെ സുപ്രധാന മേഖലകളിലെ ലക്ഷ്യങ്ങൾ തകർത്തെറിയുക എന്നതാണ് പിനാകയുടെ പ്രധാന ദൗത്യം. ജനുവരിയിൽ തന്നെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിനായി 10,200 കോടി രൂപയുടെ ഓർഡർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. ഇന്ത്യ ഇതിനോടകം തന്നെ പിനാക അർമേനിയയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഫ്രാൻസുമായുള്ള കരാർ ഇപ്പോൾ ചരിത്രപരമായ ഒരു കരാർ കൂടിയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.